നമസ്കാരം. സോഷ്യൽ മീഡിയ ഇത്രയും പ്രചാരമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും സാധിക്കുന്നു. പക്ഷെ എൻ്റെ വലിയൊരു പ്രശ്നം ധാരാളം ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻ എപ്പോഴും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം 2 രൂപ മുടക്കി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, 60 വയസ്സ് കഴിഞ്ഞവർക്ക് 10,000 രൂപ പെൻഷൻ, ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയാണോ, സത്യമാണോ, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാനോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആരും പോകാറില്ല. അക്കൂട്ടത്തിലൊന്നാണ് KECBയുടെ ഇലക്ട്രിസിറ്റി താരിഫ് 3 ഇരട്ടി ആക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ്. മാസങ്ങൾക്ക് മുമ്പ് KECB നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് TOD, ടൈം ഓഫ് ഡേ. അതായത് ഒരു ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത റേറ്റ് ജാനുവരി തുടങ്ങി നടപ്പിലാക്കിയതാണ്. ആ മെസ്സേജിൽ പറയുന്നത് പകൽ സമയങ്ങളിൽ, അതായത് 6 മുതൽ വൈകിട്ട് 6 വരെ 25% ഇളവ്. ഒട്ടത്തെറ്റ്. അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം പ്രകാരം രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 10% കുറവ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ 100 രൂപയാണ് പകൽ സമയത്ത് ഇലക്ട്രിസിറ്റി ചാർജ് ആവുന്നതെങ്കിൽ 10% കുറവ് 90 രൂപ കൊടുത്താൽ മതി. തിരിച്ച് ഈ മെസ്സേജിൽ പറയുന്നത് വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള പീക്ക് അവേഴ്സിൽ 3 ഇരട്ടി. ഉദാഹരണത്തിന് 100 രൂപയാണ് വൈകിട്ട് നമുക്ക് കറണ്ട് ചാർജ് ആവുന്നതെങ്കിൽ 300 രൂപ കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. പൊട്ടത്തെറ്റാണത്, മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ അവിടെ അവർ ചാർജ് ചെയ്യുന്നത് 25% എക്സ്ട്രാ. അതായത് 100 രൂപയാവുകയാണെങ്കിൽ 125 കൊടുക്കേണ്ടി വരും. രാത്രി 10 മുതൽ രാവിലെ 6 വരെ നോർമൽ റേറ്റ്. അത് ഈ ഫേക്ക് ന്യൂസിലും അത് കറക്റ്റാണ്. അത് മാത്രമാണ് അതിൽ കറക്റ്റായത്. ഇതാണ് ജാനുവരി തുടങ്ങി വന്ന സംവിധാനം. എന്നാൽ എല്ലാ വീടുകളും ആയിട്ടില്ല. കാരണം സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഓരോ സമയങ്ങളിലെ കൺസംഷൻ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന നോൺ ടെലസ്കോപ്പിക് കൺസ്യൂമേഴ്സിന്റെ മീറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ സംവിധാനം ബാധകമാകുന്നത്. സാധാരണ വീടുകളിലേക്ക് എത്തണമെങ്കിൽ ഇനി വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ഓർക്കുക, ഏതെങ്കിലും ദിവസം നമ്മുടെ വീട്ടിലെ മീറ്റർ മാറ്റി സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ അല്ലെങ്കിൽ ആ മാസം മുതൽ ഈ പറഞ്ഞ സംവിധാനങ്ങൾ നിലവിൽ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.